ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 6 മണിയൊക്കെ ആയി കേട്ടോ ഞാൻ എഴുന്നേറ്റപ്പോൾ. രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല, ചൂടായതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ പാടെ തന്നെ നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. ചേട്ടന് രാവിലത്തെ ഫുഡ് മാത്രമേ ഇപ്പോൾ കൊടുത്തു വിടുന്നുള്ളൂ. കാരണം ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും ഒക്കെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അമ്മ പൂവാറാണ് നിൽക്കുന്നത്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ കടയിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. കാരണം അച്ഛന് മാത്രമായിട്ട് പിന്നെ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കൊടുക്കണ്ടേ, ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ചേട്ടനും കൂടെ ഇപ്പോൾ കടയിൽ നിന്നാണ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. രാവിലത്തെ ഫുഡ് മാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ രാവിലത്തെ കടലയല്ല ഉരുളക്കിഴങ്ങ് കറിയും ദോശയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ എബി മുറ്റമൊക്കെ ഒന്നും അടിച്ചു വരാനൊക്കെ ആയിട്ട് നിന്നു. ഞാൻ ദാ വെള്ളം ഒഴിക്കണം. പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ഞാനാണ് വൃത്തിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്നും കരിയില വീണ് കിടന്ന് തന്നെ നമുക്കൊരു വല്ലാത്തൊരിതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വൃത്തിയാക്കാനും പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് മുകളിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വെള്ളം പിടിക്കുന്നത്. അതിനൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് മുകളിലോട്ട് കയറി എബി താഴെയൊക്കെ നിന്ന് വൃത്തിയാക്കി കേട്ടോ. അതിനുശേഷം ഞാൻ തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യും. എബി ഇടയ്ക്ക് ചോദിക്കും ഞാൻ വെള്ളം ഒഴിക്കട്ടെ എന്നൊക്കെ ചോദിക്കും, പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല. ചേട്ടൻ ഒഴിക്കുന്നത് ഞാൻ സമ്മതിക്കാറില്ല. എനിക്ക് തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ മാസവും ചേട്ടനെ എബിയെ വിട്ട് ഞാനത് ചെയ്യിക്കാറുണ്ട്. എനിക്ക് പറ്റാത്ത ദിവസങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. എനിക്കാവുമ്പോഴൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ രാവിലെ അവൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞു അവൻ സ്കൂളിലോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ സ്കൂൾ അടയ്ക്കാനായിട്ട്. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ബ്രെഡും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മീൻ വന്നു കേട്ടോ. മീൻ വാങ്ങിക്കാനായിട്ട് നിന്നു. പിന്നെ നെത്തോലി, അയല, എന്തൊക്കെ മീൻ, ഒരു കുഞ്ഞു മീനുകളാണ് കേട്ടോ ഫുള്ളും. എല്ലാം വലിയ മീനൊന്നുമല്ല, എല്ലാം കുഞ്ഞു മീനായിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊക്കെ കുറച്ചെടുത്ത് കറി വയ്ക്കാനും കുറച്ചെടുത്ത് പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴുകുന്ന നേരം തന്നെ എടുത്ത് സെപ്പറേറ്റായിട്ട് മാറ്റി വെച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആൻറ്റിയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിന്ന് മീനൊക്കെ വാങ്ങിയത്. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഈ മാമൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ മീനൊക്കെ വാങ്ങിക്കുന്നത്, മീനും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന സമയത്താണ് ഗുളിക കഴിച്ചില്ലെന്നുള്ള കാര്യം ഓർമ്മ വന്നത് കേട്ടോ. രാവിലെ എനിക്ക് 2 ഗുളികയുണ്ട്, വൈകുന്നേരത്തെ എനിക്കൊരു 6 മണിക്കൊരു ഗുളിക കഴിക്കാനുണ്ട്, പിന്നെ രാത്രിയുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇട്ടുകൊണ്ടിരിക്കണം കാലിൽ, പിന്നെ മസാജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വ്യായാമമൊക്കെ ചെയ്യണം. അങ്ങനെയാണ്. കാലെനിക്കിപ്പോൾ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. നല്ല വേദനയുണ്ട്. എനിക്ക് കുറേ നേരം വരെ കാല് തൂക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടി എടുത്തെങ്കിൽ പോലും എനിക്ക് വണ്ടി മെയിൻ റോഡിലോട്ട് ഇറക്കിയൊന്നും പഠിക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് വെച്ച് എൻ്റെ ഹെൽമെറ്റ് ഒന്ന് കാണാതായിപ്പോയി കേട്ടോ. ആരോ എടുത്തുകൊണ്ട് പോയി. ബീനയുടെ കടയിൽ ഫ്രണ്ടിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് ആരോ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ എനിക്ക് റോഡിലോട്ട് ഇറങ്ങി ഓടിക്കാനും പേടിയാണ്. ഇപ്പോൾ ഓൺലൈൻ വഴി മീഷോയിലാണ് ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് വരും. വന്ന ഉടൻ തന്നെ ഞാൻ ഇനി റോഡിലോട്ട് ഇറക്കി പതുക്കെ പഠിക്കണമെങ്കിൽ മാത്രമേ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാതെ ഈ സ്കൂളിലോട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ രാവിലത്തെ ഉച്ചത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ അഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഞാനിപ്പോൾ ചോറോ ഒന്നും കഴിക്കാറില്ല. വൈകുന്നേരത്തെ ആ ചായയും എന്തെങ്കിലും പലഹാരം കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നട്ട്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിക്കും. ക്യാരറ്റോ കുക്കുംബറോ എടുത്ത് കഴിക്കും. അത്രേ കഴിക്കത്തുള്ളൂ, വേറെ ഒരു ഫുഡും കഴിക്കാറില്ല കേട്ടോ. പിന്നെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചു. പിന്നെ കറിക്ക് ഇത് തീയൽ വയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീയൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെഴുക്ക് പുരട്ടി വെക്കാനാണ് കേട്ടോ. മീൻ വറുത്ത അതേ പാത്രത്തിലിട്ട് മെഴുക്ക് പുരട്ടി, അത് ഏതായാലും എനിക്കത് അങ്ങനെ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ കറിക്ക് വേണ്ടിയിട്ടും ഇന്ന് മീൻ വറുക്കാനും മറ്റേത് നാളെ മീൻ വറുക്കാനുമായിട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ എന്തായാലും 2 മണിയൊക്കെ ആയി കേട്ടോ. കാരണം ഞാൻ കുറച്ച് ജോലി ചെയ്യും, വന്നിരിക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തത് കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 2 മണിയായി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. ഞാൻ ഇന്ന് വെച്ചത് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അതായത് ഏതൊരു സിനിമയുടെ പകുതി ഭാഗം മാത്രം ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം മാത്രം ടി വിയിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്ന നേരത്ത് അത് മാത്രം ഇരുന്ന് കണ്ടു കേട്ടോ. കണ്ടതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം പോയി ഒന്ന് കിടന്നപ്പോൾ എനിക്കൊന്ന് ഡ്രസ്സൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാടല്ല, ഒന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. തയ്യൽ പൊളിക്കാനുള്ളതൊക്കെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ഡ്രസ്സ് ഉപയോഗിക്കാതെ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
വയ്യാതെയൊക്കെ ആയ സമയത്ത് ആ ഇച്ചിരി വണ്ണം വെച്ചത് എനിക്ക് ഇതുവരെയ്ക്കും മാറിയിട്ടില്ല. ആ വണ്ണം ഞാൻ അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ടും ആ ഒരു വണ്ണം ഒരല്പം പോലും മാറാനായിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കപ്പോൾ ഡ്രസ്സുകൾ ഇടാനും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് എബി വന്നു കേട്ടോ. എബി വന്നിട്ട് പിന്നെ അവൻ ട്യൂഷനൊക്കെ പോകാനായിട്ട് നിന്നു. അവന് ഞാൻ ഫുഡൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം അവനും കഴിച്ചതിന് ശേഷം അവൻ ട്യൂഷനായിട്ട് പോയി കേട്ടോ. പിന്നെ ഇത് പിറ്റേന്ന് ദിവസത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടതായിരുന്നു. പിന്നീട് കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചു കേട്ടോ. എണ്ണ തേച്ചതിന് ശേഷം അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു കേട്ടോ. 6 മണിക്കുള്ള മെഡിസിനാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയി കേട്ടോ. കുളിച്ച് വന്നപ്പോഴത്തേക്ക് ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് പോലും എന്നെ വേർത്തൊഴുകുന്നുണ്ട്. ആ വിധത്തിലാണ് ഇപ്പോഴത്തെ ചൂട്. എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചൂട് കാരണം ഞാൻ ആകെ തളർന്നു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ചേട്ടൻ എനിക്കിന്ന് കരിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ക്ഷീണമാണ്. ഒരു ഫാനിൻ്റെ അടുത്ത് ഇരുന്നാൽ പോലും എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചായ ഇട്ടപ്പോൾ ഏലക്ക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഇന്ന് ചായ ഇട്ടത്. അപ്പോൾ പഴയ ഒരു സിനിമ കണ്ടു കേട്ടോ. ശ്രീധരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. അതും കണ്ടിട്ട് ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് നേരെ ബീനയുടെ കടയിലോട്ട് പോയി. അപ്പോൾ സിനിമ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായയും കുടിച്ചിട്ട് ബീനയുടെ കടയിൽ പോയിട്ട് പാലെടുത്തിട്ട് വന്നു. പിന്നെ ഒരു സിപ്പപ്പ് വാങ്ങി, എബിക്കൊരു ബിസ്ക്കറ്റ്, പിന്നെ തേയിലപ്പൊടി, ഇത്രയും വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ഇത്രയും വാങ്ങിച്ച് വന്നിട്ട് പിന്നെയും എബി പഠിക്കാനായിട്ടിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടും എഡിറ്റ് ചെയ്തൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അവർക്ക് 2 പേർക്കും ഞാൻ ചോറൊക്കെ എടുത്തു കൊടുത്തു. എനിക്ക് ചേട്ടൻ കരിക്ക് എടുത്തു തന്നു കേട്ടോ. കരിക്ക് വെള്ളം കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഈ ചൂട് സമയത്തും കരിക്കിൻ്റെ വെള്ളം നല്ല തണുപ്പായിരുന്നു. പിന്നെ അതിനകത്തുള്ള കരിക്ക് തന്നെ ഞാൻ കഴിച്ചു. എനിക്ക് കുറച്ചുകൂടെ ഇളം കരിക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാൻ. എന്നാലും ഇപ്പോഴത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അതും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.